നമസ്കാരം. പശ്ചിമ അന്റാർട്ടിക്കിലെ വൻ മഞ്ഞുപാളികൾ തകർച്ചയുടെ ഭീഷണി നേരിടുന്നതായി ശാസ്ത്രലോകം മുന്നറിയിപ്പ് നൽകുന്നു. ഭൂമിയിലെ ഏറ്റവും വലിയ ഹിമപിണ്ഡമായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. ഏതാണ്ട് 7,60,000 ചതുരശ്ര മൈലാണ് ഇതിൻ്റെ വിസ്തീർണം. ഇത് കാലാവസ്ഥാ വ്യതിയാനം ഉൾപ്പെടെയുള്ള വിവിധ കാരണങ്ങൾ കൊണ്ടാണ് ഇതിന് തകർച്ച സംഭവിക്കാൻ പോകുന്നത്. പക്ഷേ ഇത് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമായിരിക്കും ഇതുണ്ടാവുക എന്നുള്ളതാണ് ശാസ്ത്രം നൽകുന്ന ആശ്വാസകരമായൊരു കാര്യം. എങ്കിൽ പോലും നമ്മൾ ഏത് നിമിഷവും ഇക്കാര്യത്തിൽ കരുതിയിരിക്കണം എന്ന് തന്നെയാണ് അവർ നൽകുന്ന താക്കീത്. ലോകത്തെ പല രാജ്യങ്ങളിലുമുള്ള വൻ നഗരങ്ങളും പട്ടണങ്ങളും പോലും ഈ വെള്ളത്തിൽ മുങ്ങിപ്പോകും എന്നാണ് അവർ നൽകുന്ന മുന്നറിയിപ്പ്. ഇത് പ്രധാനമായും ബാധിക്കാൻ സാധ്യതയുള്ള രാജ്യങ്ങളിലൊന്ന് UK ആണ്. UK വളരെ പ്രമുഖമായ പല നഗരങ്ങളും പട്ടണങ്ങളുമൊക്കെ തന്നെ പൂർണ്ണമായും വെള്ളത്തിനടിയിലാകാൻ സാധ്യതയുണ്ട് എന്നാണ് ഇവർ നൽകുന്ന മുന്നറിയിപ്പ്. എന്നാൽ അയർലൻഡ്, സ്കോട്ട്ലൻഡ് പോലുള്ള ഭാഗങ്ങളിലൊക്കെ തന്നെ അവിടെ ജനങ്ങൾക്ക് ആശ്വസിക്കാം. വളരെ ചെറിയൊരു മേഖലയെ മാത്രമേ ഇത് ഗുരുതരമായി ബാധിക്കുകയുള്ളൂ. അമേരിക്കയുടെ വിവിധ ഭാഗങ്ങളിൽ ഇത് വലിയ തോതിലുള്ള പ്രതിസന്ധി സൃഷ്ടിക്കും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. UK ഹൾ, സ്കഗ്നസ്, മിഡിൽസ്ബറോ, ന്യൂപോർട്ട് എന്നിവ ഉൾപ്പെടെയുള്ള പട്ടണങ്ങളും നഗരങ്ങളുമാണ് വെള്ളത്തിൽ മുങ്ങാൻ സാധ്യതയുള്ളത്. അതേസമയം യൂറോപ്പിൽ നെതർലാൻഡ്സിൻ്റെ ഭൂരിഭാഗവും വെനീസ് ഉൾപ്പെടെയുള്ള ഭാഗങ്ങളുമൊക്കെ തന്നെ വെള്ളത്തിനടിയിലാകാനുള്ള സാധ്യതയുണ്ട്. വെനീസിനെ കുറിച്ച് നമുക്കറിയാം, ഇപ്പോൾ തന്നെ അത് വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു നഗരമാണ്. മാത്രമല്ല, ഇത് അന്റാർട്ടിക്കയിൽ വലിയ തോതിലുള്ള പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് മറ്റൊരു മുന്നറിയിപ്പ്. ഇത് അവിടെയുള്ള പെൻഗ്വിനുകളുടെ ആവാസ വ്യവസ്ഥയെ ദോഷകരമായി ബാധിക്കാൻ സാധ്യത. മാത്രമല്ല, ഇതിൻ്റെ ഒരു ആഘാതം ഉണ്ടാകാൻ സാധ്യതയുള്ള മേഖലകളിലൊക്കെ തന്നെ കോഴിക്കുഞ്ഞുങ്ങളെ ഒക്കെ തന്നെ വളർത്തുന്ന ഹാച്ചറികളിൽ ഇത് വലിയ തോതിലുള്ള പ്രതിസന്ധി സൃഷ്ടിക്കുമെന്നാണ് പറയപ്പെടുന്നത്. കാരണം അവയുടെ ചലനവും മറ്റും അവർ ചിറകുകൾ കൃത്യമായി വികസിപ്പിച്ച് വന്ന് ഈ കുഞ്ഞുങ്ങളൊക്കെ തന്നെ ചലനശേഷി കൈവരിക്കുന്ന സമയത്തായിരിക്കും ഒരുപക്ഷെ ഇതുണ്ടാകുന്നത് എങ്കിൽ പിന്നെ അവർക്ക് അനങ്ങാൻ പറ്റാത്ത അവസ്ഥയാകുമെന്നും അവരുടെ വളർച്ചയെ തന്നെ ഇത് ദോഷകരമായി ബാധിക്കും എന്നുമാണ് കരുതപ്പെടുന്നത്. ഇതിനെന്താണ് പ്രതിരോധം എന്ന് ചോദിച്ചാൽ അതിന് കൃത്യമായ മറുപടിയില്ല. ലോകത്തെ വിവിധ തീരദേശ നഗരങ്ങളായിരിക്കും പ്രധാനമായും ഈ ഒരു പ്രകൃതി ദുരന്തത്തിന് ഇരയാവുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇംഗ്ലണ്ടിൻ്റെ പടിഞ്ഞാറൻ ഭാഗങ്ങളിലുമൊക്കെ തന്നെ ഇതിൻ്റെ പ്രത്യാഘാതം രൂക്ഷമായിരിക്കും. അതുപോലെ മറ്റ് ചില പ്രധാനപ്പെട്ട മേഖലകളെയൊക്കെ തന്നെ ഈ ഹിമാനിയുടെ വരവ് ദോഷകരമായി ബാധിക്കും. ഇത് വളരെ നേരത്തെ തന്നെ നമ്മളെല്ലാവരും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഈ അവിടുത്തെ മഞ്ഞുമലകൾ ഇടിയുന്നതും ഇത് ഭാവിയിൽ ഉണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതങ്ങളും ലോകത്തെ വൻ നഗരങ്ങൾ, ഒരുപക്ഷെ ഇന്ത്യയിലെ തന്നെ മുംബൈയും കൊച്ചിയും ഉൾപ്പെടെയുള്ള നഗരങ്ങളെപ്പോലും ഇത് ഭാവിയിൽ അത് എത്രയും നൂറ്റാണ്ടുകൾക്ക് ശേഷമായിരിക്കും അത് ബാധിക്കുക എന്നൊക്കെയുള്ള മുന്നറിയിപ്പുകൾ നേരത്തെ ലഭിച്ചിരുന്നു. അതിനിടയിലും ഇപ്പോഴും ഗവേഷകർ പറയുന്നത് ഒരുപാട് സമയമെടുത്താണ് ഇത് സംഭവിക്കുന്നതെങ്കിൽ പോലും നമ്മൾ കരുതിയിരിക്കണം എന്ന് തന്നെയാണ്. ഇംഗ്ലണ്ടിൻ്റെ പടിഞ്ഞാറൻ തീരത്തുള്ള പല പട്ടണങ്ങളും ഈ ഒരു വെള്ളപ്പൊക്ക ഭീഷണിയെ നാളെ നേരിടേണ്ടി വരും. ഏതായാലും ആഗോള താപനം ഉൾപ്പെടെയുള്ള കാരണങ്ങളാണ് ഇത്തരത്തിലുള്ള ഈ മഞ്ഞുമലകൾ ഇടിഞ്ഞു വീഴുന്നു, അവർ തകർച്ച ഉണ്ടാകുന്നതുമൊക്കെ കാരണമെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷേ മനുഷ്യൻ പ്രകൃതിയോട് കാട്ടുന്ന ക്രൂരത തന്നെയാണ് ഇത്തരത്തിലുള്ള പല സംഭവങ്ങൾക്കും അടിസ്ഥാന കാരണമായി മാറാറുള്ളത് എന്നാണ് പ്രകൃതി നിരീക്ഷകരും മറ്റും പറയുന്നത്. പക്ഷേ ഇങ്ങനെ ഒരു ദുരന്തമുണ്ടായാൽ അതിനെ നേരിടാനുള്ള സംവിധാനങ്ങൾ ഒരുപക്ഷെ ഇപ്പോഴേ തന്നെ തുടങ്ങിയില്ലെങ്കിൽ ഭാവിയിൽ ഈ ഒരു അപകടം ഉണ്ടാകുമ്പോൾ അതിനെ നേരിടാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ലോകം എത്തിച്ചേരും. നമ്മളെല്ലാവരും തന്നെ കണ്ടതാണ്. നമ്മുടെ നാട്ടിലുണ്ടായ പല പ്രകൃതി ദുരന്തങ്ങളും ആദ്യം എന്താണെന്ന് പോലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതൊക്കെ സൂചിപ്പിക്കുന്നത് നമ്മൾ പ്രകൃതിയോട് ഇണങ്ങി പ്രകൃതിയുമായി കുറച്ചുകൂടി സ്നേഹത്തോടു കൂടി മുന്നോട്ട് പോകുന്നതാണ് ഈ ലോകത്തിൻ്റെ നിലനിൽപ്പിന് തന്നെ നല്ലത് എന്നാണ്. അതല്ലെങ്കിൽ എത്രയോ നൂറ്റാണ്ടുകളായി നമ്മൾ കെട്ടിയുണ്ടാക്കിയ നമ്മുടെ ഈ മഹാനഗരങ്ങളും പട്ടണങ്ങളും അവരുടെ സംസ്കൃതിയും അവരുടെ ജനങ്ങളും എല്ലാം തന്നെ ഈ ഒരു മഹാപ്രവാഹത്തിൽ ഇല്ലാതായി പോകാനാണ് സാധ്യത.